ഇന്ന് AK സെൻറ്ററിലുണ്ട്. നാളെ വിപുലമായ രീതിയിൽ പകൽ മുഴുവനും ദർബാർ ഹാളിൽ പൊതുദർശനം നടക്കാൻ പോകുന്നു. പൊതു അവധിയായതുകൊണ്ട് മലബാർ മേഖലയിൽ നിന്ന്, കണ്ണൂർ, കാസർഗോഡ് മേഖലയിൽ നിന്നൊക്കെ നേതാക്കൾ മാത്രമല്ല സാധാരണ പ്രവർത്തകരുടെ ഒരു ഒഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. മലബാറിലും കണ്ണൂരിലും ഒക്കെ എന്താണ് ഇപ്പോൾ സഖാക്കൾക്കൊക്കെ പറയാനുള്ളത്? മുൻപ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, നാളെ നടത്താനിരുന്ന ബസ് സമരം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൻ്റെ സാഹചര്യത്തിലാണ് നാളത്തെ ബസ് സമരം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. നാളെ ശക്തമായ സമരം എന്നുള്ളത് ബസ് തൊഴിലാളി യൂണിയൻ എല്ലാം തന്നെ, ഉടമകളെല്ലാം തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുകയാണ്. അവരും ആ ദുഃഖാചരണത്തിൻ്റെ ഭാഗമാവുകയാണ്. നാളെ സംസ്ഥാന തലത്തിൽ അവധിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി MS പറഞ്ഞതിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല ഈ VSൻ്റെ വിയോഗം ഏറ്റവും ദുഃഖകരമായിരിക്കുന്നത്, VSൻ്റെ സാന്ത്വന സ്പർശം അനുഭവിച്ച, അല്ലെങ്കിൽ VSൻ്റെ നേരും നിറയും ആഗ്രഹിച്ചു കഴിഞ്ഞ ഒരുപാട് ആളുകൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അല്പം മുൻപ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞ വാക്കുകൾ തന്നെ കേൾക്കുകയായിരുന്നു. അവർ പറഞ്ഞ ചില വാക്കുകൾ അവരുടെ സ്വന്തം രാഷ്ട്രീയ പാളയത്തിലുള്ള ആളുകൾക്ക് കൂടി പാഠമാകുന്ന രീതിയിലുള്ള വാക്കുകളാണ് അവർ VSനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് എന്ന് പറയുന്നത്. കിരീടവും ചെങ്കോലും ഇല്ലാതെ തന്നെ ജനമനസ്സുകളിൽ ഒരാൾക്ക് എങ്ങനെ രാജാവാകാമെന്ന് നിസ്വാർത്ഥമായ സ്വന്തം ജീവിതം കൊണ്ട് വരച്ചു കാട്ടിയ നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ വാക്കുകൾ, അത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരു പാഠമാണ്. അത് കേവലം ഒരു സ്വന്തം രാഷ്ട്രീയ മുന്നണിയിലുള്ളവർ മാത്രമല്ല VSനെ മാതൃകയാക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം VSും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായ പോര് എത്രമാത്രം രൂക്ഷമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. പിന്നീട് അതെല്ലാം തന്നെ അത് നിയമപരമായിട്ട് അതിനൊരു തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹം തൻ്റെ നിലപാടുകൾ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം 23 മുതൽ, കഴിഞ്ഞ ജൂൺ 23 മുതൽ ഈ തിരുവനന്തപുരത്തെ പട്ടത്തുള്ള SUT ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന VS അച്യുതാനന്ദനെ എല്ലാം മറന്ന് കാണാൻ വന്ന PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയും നമ്മൾ കണ്ടു. അല്പം മുൻപ് അവർ പ്രതികരിക്കുകയും ഉണ്ടായി. അതിൽ തന്നെ PK കുഞ്ഞാലിക്കുട്ടി VSനെ കുറിച്ച് പറഞ്ഞത്, രാഷ്ട്രീയപരമായി യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ പോരാടിയ നേതാവാണ് VS എന്നുള്ളതാണ്. അനുയായികൾക്ക് എന്നും ഹരമായിരുന്നു VS. അതുകൊണ്ട് തന്നെ ഇക്കാലവും VSൻ്റെ ഓർമ്മകൾ നിലനിൽക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി, അതായത് VS ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി എതിർത്ത് പോന്നിരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ പോരാടിയ ഒരു നേതാവാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം ഇത്തരത്തിൽ അനുസ്മരിക്കുകയാണ്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ ബൈറ്റുകൾ, ഈ ഒരു പ്രതികരണങ്ങൾ നമുക്ക് ഉടൻ തന്നെ നൽകാൻ, അവരുടെ പ്രതികരണങ്ങൾ തന്നെ ഉടൻ തന്നെ നൽകാൻ കഴിയും. VS ആദർശം മുറുകെ പിടിച്ച നേതാവാണെന്നാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മലബാറിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായി രണ്ട് നേതാക്കളുടെ പ്രതികരണമാണ് വരുന്നത്. മറ്റൊന്ന്, മന്ത്രി PA മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നതിൻ്റെ തൊട്ട് മുൻപ് ഏകദേശം ഈ വിവരം അറിഞ്ഞ് അതിനുശേഷം പിന്നാലെ മന്ത്രി നേരെ വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ വസീഫ് അടക്കമുള്ളവർ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. മറ്റ് നേതാക്കളുമൊക്കെ അടുത്ത ട്രെയിനിനും മറ്റുമൊക്കെ തിരുവനന്തപുരത്തേക്ക് അവസാനമായി പ്രിയപ്പെട്ട നേതാവിന് ഒരു നോക്ക് കാണാനായി പുറപ്പെടുകയാണ്. അപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞ വാക്കുകൾ ഇതാണ്: VSന് തുല്യം VS മാത്രമാണ്. ത്യാഗോജ്വലമായ ഒട്ടനവധി വിപ്ലവ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് VS അച്യുതാനന്ദൻ. അനീതിക്കെതിരായ ശക്തമായ പോരാട്ടം നടത്തി ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം മായാത്ത നാമമാണ് VS അച്യുതാനന്ദൻ എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയതായി ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം വരികയാണ്. അത് ഉടൻ തന്നെ ആ പ്രതികരണം നൽകുന്നതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നത്, കേരളത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളാണ് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്.
വി എസ് അച്യുതാനന്ദൻ എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയൊക്കെ ആയിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ VSനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ അനുശോചന സന്ദേശങ്ങൾ വരുന്നു. രാഷ്ട്രീയപരമായി പോലും എതിർചേരിയിൽ നിന്നവർക്ക് VS ആരായിരുന്നു, VSന്റെ ആ ഒരു നയനിലപാടുകൾ എത്രമാത്രം യോജിച്ചു പോകാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പോഴിതാ മറ്റൊരു പ്രതികരണം, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പ്രതികരണം വരികയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതികരണം അദ്ദേഹം പറഞ്ഞത്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത്, മികച്ച ഭരണാധികാരിയും പൊതുപ്രവർത്തകനുമായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ്. സാധാരണ തൊഴിലാളി പ്രവർത്തകനായി വളർന്നു വന്ന നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന് KPCC പ്രസിഡന്റ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു. കേരളത്തിൻ്റെ പൊതുരംഗത്ത് ശക്തമായ സാന്നിധ്യമായി VS മാറി. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിലപ്പെട്ടതായിരുന്നു. VS അച്യുതാനന്ദൻ്റെ കുടുംബത്തിൻ്റെയും CPIMൻ്റെയും ദുഃഖത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പങ്കുചേരുന്നു എന്ന് KPCC അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ പറയുന്നുണ്ട്. ആ ബൈറ്റ് നമുക്ക്, ആ പ്രതികരണവും അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും. ഇത്തരത്തിൽ ഈ ഒരു മലബാറിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും VS അച്യുതാനന്ദനെ കുറിച്ച് ഓർമ്മകൾ ഇങ്ങനെ അലയടിക്കുന്ന നിമിഷങ്ങളാണ്. പലർക്കും പലതരത്തിലുള്ള ഓർമ്മകളാണ് VSനെ കുറിച്ച് ഉള്ളത്. പ്രത്യേകിച്ച് ഈ VSൻ്റെത് ഒരു പോരാട്ടത്തിൻ്റെ തന്നെ ജീവിതമായിരുന്നു. ജീവിതാവസാനം വരെ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു നേതാവായിരുന്നു VS എന്നുള്ളത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം എന്ന് പറയുന്നത് 1964 അദ്ദേഹം ജന്മിമാർക്കെതിരെ അന്ന് പാർട്ടി നടത്തിയ പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളി വർഗ സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ VSൻ്റെ നിസ്തുലമായ പങ്ക്. മറ്റൊന്ന്, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായൊരു കാര്യമാണ്. അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അന്ന് 1946 ജന്മിമാർക്കെതിരെ കർഷക കുടിയാന്മാരുടെ പോരാട്ടത്തിൽ അന്ന് പങ്കെടുത്തവരിൽ ഇന്ന് വരെ ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അല്പം മുൻപ് കടന്നു പോകുന്നത്, മരണത്തിന് കീഴടങ്ങുന്നത് എന്നുള്ളതാണ്. അന്നത്തെ ആ ഒരു രക്തരൂക്ഷിതമായ ആ ഒരു വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു സഖാവ് VS എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയത്തും പൂഞ്ഞാറിലുമെല്ലാം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം അന്ന് KV പത്രോസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആലുവയിൽ VS എത്തുന്നത്. പിന്നീട് സായുധ പരിശീലനം ലഭിച്ച സമരസഖാക്കൾക്ക് രാഷ്ട്രീയ ബോധം പകർന്നു നൽകിയത് VS ആയിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നേരത്തെ മറ്റു കാര്യങ്ങളൊക്കെ MS നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. പുന്നപ്രയിലെ നിരവധി ക്യാമ്പുകൾക്ക് VS നേതൃത്വം നൽകിയതും എല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല P കൃഷ്ണപിള്ള കണ്ടെത്തിയ ഒരു അമൂല്യരത്നം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം VSനെ. കാരണം P കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, അദ്ദേഹം കണ്ടെത്തിയ ഒരു അമൂല്യരത്നമാണ് VS അച്യുതാനന്ദൻ എന്നുള്ളത്, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നുള്ളത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ ഉൾപാർട്ടി പോരിന് നേതൃത്വം കൊടുത്ത ഒരു നേതാവ് കൂടിയാണ് സഖാവ് VS എന്നുള്ളത്. അതിൻ്റെ പേരിൽ 2007 മെയ് 26 പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് 2008 ആ പാർട്ടി കോൺഗ്രസിലാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വീണ്ടും VS തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളത്. അതായത് സ്വന്തം പാർട്ടിയിൽ പോലും അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സഖാവ് VS എന്നുള്ളത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കൗതുകകരമായൊരു രാഷ്ട്രീയ ജീവിതം എടുത്തു പറയേണ്ടത്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പാർട്ടി ഉയർത്തിക്കാട്ടിയ വേളകളിൽ തുടക്ക കാലഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹം പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ VS ജയിക്കുമ്പോൾ പാർട്ടി പരാജയപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും കൗതുകകരമായി പലരും പറയുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ്. അതായത് 91 മുതൽ ഇങ്ങോട്ടേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ VS അത്തരത്തിൽ നിന്ന ഒരാളായിരുന്നു എന്നുള്ളത്. അതായത് അങ്ങനെ ജയിച്ചു, ഒപ്പം തന്നെ പരാജയവും എല്ലാം രുചിച്ചു പോയിരുന്ന ഒരു നേതാവായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്.